നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി കണ്ടില്ലേ, സന്ദീപ് സാർ ഉറച്ചു തന്നെയാ. എന്തായാലും ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ചേച്ചിയല്ല, സൗപർണയുടെ കാര്യത്തില് അവർക്ക് എതിർപ്പുള്ളൂ. അഖിലയുടെ കാര്യം പറയുമ്പോ മറ്റുള്ളവർക്ക് സമ്മതമാകാൻ സാധ്യതയുണ്ട്. ആ എന്തായാലും ചേച്ചി ചെല്ല, ശ്രീകലാമ്മയോട് സംസാരിക്കേ. ആ ചെല്ല് ചേച്ചി, ആവശ്യം നമ്മുടെ അല്ലേ. ചേച്ചി ധൈര്യമായിട്ട് പോ, ചെല്ല്. അത് പടികേറി നേരെ അങ്ങ് ചെന്നാ മതി. ചെല്ല് ചേച്ചി. ആ എന്താ എന്താ വേണ്ടേ? ആരെ തിരക്കി എങ്ങോട്ട് വരുന്നേ? അത് ആ ചെറുക്കന്റെ മനസ്സില് വേണ്ടാത്ത വിചാരങ്ങളൊക്കെ കുത്തിച്ചെലുത്തിയിട്ട് വീണ്ടും എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിത്? അല്ല മല്ലിക, വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ, ഇരിക്കൂ. എന്താ എന്താ വന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഇന്ദുമതി, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നതും ആ കുട്ടിയെ പെണ്ണ് കണ്ടതും ഒന്നും എന്റെയോ ഇവിടെയുള്ള ബന്ധുക്കളുടെയോ ഒന്നും താല്പര്യപ്രകാരമല്ല. അതെല്ലാം നടന്നത് സന്ദീപിന്റെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രം. ഇപ്പോഴും അവൻ ആ താല്പര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന കുട്ടിയെ കാണുന്നത് വരെയും ആ കുട്ടിക്ക് അങ്ങനെ ചില കുറവുകളുണ്ടെന്ന് അവനും അറിഞ്ഞിട്ടില്ല. അവിടെ വന്നു, കാര്യങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോന്നു. ഇന്ദുമതി, മകൾക്കൊരു നല്ല ബന്ധം വരുമ്പോ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷവും അത് മുടങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്ന വിഷമവും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇക്കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. വിവാഹം ആണിനും പെണ്ണിനും ഒരു കൈത്താങ്ങ്. പക്ഷെ ഈ പെൺകുട്ടിയുമായുള്ള വിവാഹം എന്റെ മകന് കൈത്താങ്ങായല്ല, ഭാരമായി മാറൂന്നാണ് ഞാൻ കരുതുന്നത്. അയ്യോ, ശ്രീകലാമ്മ തെറ്റിദ്ധരിച്ചു. സൗപർണികയുടെ കാര്യം പറയാനായിട്ടല്ല ഞാൻ വന്നേ. സൗപർണിക അല്ലാതെ എനിക്ക് വേറൊരു മകളൂടെ ഉണ്ട്, അഖില. സൗപർണികയുടെ ഒരു കുറവുകളും അവക്കില്ല. പഠിപ്പുണ്ട്, സൗന്ദര്യമുണ്ട്. സൗപർണിക മോളെ പെണ്ണ് ചോദിച്ചു വരാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എന്റെ അഖില മോളെ സ്വീകരിക്കാനും മനസ്സുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നേ. സന്ദീപും അഖിലയും നന്നായിട്ട് ചേരും. അവരൊന്നിച്ചാ ഞങ്ങക്ക് സന്തോഷമായിരിക്കും. ഇന്ദുമതി, എന്റെ മകനെ ഒരു കാര്യത്തിനും എനിക്ക് നിർബന്ധിക്കാനാവില്ല. അതാണ് അവന്റെ പ്രകൃതം. സൗപർണികയുടെ വൈകല്യങ്ങൾ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തന്നെ അവന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പ്രാപ്തിയുള്ള ആരെ അവൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും ഞാൻ സ്വീകരിക്കും. അത് ഇന്ദുമതിയുടെ മകളായാലും മറ്റാരുടെ മകളായാലും എനിക്കൊരു വിരോധവും ഉണ്ടാവില്ല. അതുകൊണ്ട് സന്ദീപിന്റെ സമ്മതം അതാണ് പ്രധാനം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്താ ചേച്ചി, അവരെന്തു പറഞ്ഞു? നല്ല കൂട്ടരാ. ആ ശ്രീകലിയ സംസാരിക്കുന്നതല്ല. അതെ ചേച്ചി, അവരാണ് എല്ലാം ഭരിക്കുന്നത്. ഇപ്പോ അവരുടെ ഭർത്താവായിരിക്കുന്ന തമ്പയുണ്ടല്ലോ, അയാള് ശ്രീകലാമ്മയുടെ ആദ്യ ഭർത്താവിന്റെ കമ്പനി മാനേജറായിരുന്നു. ഈ ആദ്യ ഭർത്താവ് എന്ന് പറയുന്നത് സന്ദീപിന്റെ അച്ഛൻ അല്ലേ? അതെ. അദ്ദേഹം മരിച്ച ശേഷമാണ് ശ്രീകലാമ്മ തമ്പിയെ രണ്ടാം ഭർത്താവായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജോലിക്കാരന്റെ വിലയുള്ളൂ. അതൊക്കെ പോട്ടെ, ചേച്ചി പോയ കാര്യം എന്തായി? സന്ദീപിന്റെ ഒരാഗ്രഹത്തിനും അവരെ എതിര് നിൽക്കൂലെന്ന് പറഞ്ഞു. പിന്നെ ദേവൂട്ടിയുടെ കാര്യത്തിൽ എതിര് പറഞ്ഞതിൽ കാര്യമുണ്ട്.
ഇങ്ങനെ മിണ്ടാനും പറയാനും കഴിയാത്തൊരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവരാൻ നമ്മളായാലും സമ്മതിക്കില്ലല്ലോ. എന്നിട്ട് ചേച്ചി അഖിലയുടെ കാര്യം സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവർക്കതിലെതിരൊന്നുമില്ല. ആണോ?